നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഭക്ഷണയോഗ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന ഇരിങ്ങാലക്കുട ഢാണാവിലെ ജമുന ബേക്കറി താൽക്കാലികമായി അടച്ചിടാൻ നഗരസഭ ആരോഗ്യ വിഭാഗം ഉത്തരവിട്ടു. ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ വ്യാപകമാവുന്ന സാഹചര്യത്തിലാണ് നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ നിസാറിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ, കൂൾബാർ, ക്യാന്റീൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. ന്യൂനതകൾ കണ്ടെത്തിയ 5 സ്ഥാപനങ്ങൾക്ക് ന്യൂനതകൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രജിത, ഹസ്ന എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ മൂർക്കനാട് പ്രദേശത്ത് ആരംഭിക്കുന്ന ഡോഗ് ഷെൽട്ടറിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. നഗരസഭ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് അബ്ദുൾ കബീർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ, LDF കൗൺസിലർമാരായ CC ഷിബിൻ, വിഷ്ണു പ്രഭാകർ, KS പ്രസാദ്, അൽഫോൻസ തോമസ് എന്നിവർ പ്രസംഗിച്ചു. വെള്ളക്കുഴിയിൽ ഡോഗ് ഷെൽട്ടർ വേണ്ട വേണ്ട, വെള്ളക്കുഴിയിൽ ഡോഗ് ഷെൽട്ടർ വേണ്ട വേണ്ട, ജലം മലിനമാക്കുന്ന പ്രവൃത്തി പിൻവാങ്ങുക, ജലം മലിനമാകുന്ന പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങുക, അനുയോജ്യമായ സ്ഥലത്ത് ഡോഗ് ഷെൽട്ടർ സ്ഥാപിക്കുക, അനുയോജ്യമായ സ്ഥലത്ത് ഡോഗ് ഷെൽട്ടർ പുനഃസ്ഥാപിക്കുക, അനുയോജ്യമായ സ്ഥലത്ത് ഡോഗ് ഷെൽട്ടർ പുനഃസ്ഥാപിക്കുക. കുറച്ച് നാളുകളായി നമ്മുടെ പ്രദേശത്ത് വരുവാൻ പോകുന്ന ഡോഗ് ഷെൽട്ടർ അവിടെ അനുയോജ്യമല്ല എന്ന് പലവട്ടം നമ്മൾ ആവർത്തിച്ച് നിവേദനങ്ങളും എല്ലാ നിലക്കും എല്ലാ സ്ഥലത്തും നിവേദനങ്ങൾ കൊടുത്തിട്ടും യാതൊരു വിധ നമുക്ക് ഒരു മറുപടി പോലും ഇതുവരെ അധികാരികൾ തന്നിട്ടില്ല. ഇനി ഇവിടെ നിന്നോട്ട് ഇത് ഒരു മുന്നറിയിപ്പാണ്. ഈ പ്രതിഷേധ ധർണ ഞങ്ങളുടെ ജനകീയ കൂട്ടായ്മയുടെ ഒരു മുന്നറിയിപ്പാണ്. ഇതിന്റെ പിന്നിൽ ഇതിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാനും വാർഡ് കൗൺസിലറും പിന്മാറിയില്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ പ്രതീക്ഷിക്കാം. പുല്ലൂർ ചമയം റെസിഡൻസ് അസോസിയേഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം ജൂനിയർ ഇന്നസെന്റ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജ്യോതി സെരിൻ, തോമസ് തൊഗലത്ത്, TK ശശി, സംഗമം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി രാധാകൃഷ്ണൻ കൂട്ടുമാക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. അസോസിയേഷൻ സെക്രട്ടറി സുജയ് പടിയൂർമന സ്വാഗതവും ട്രഷറർ സ്മിജിത് കുമാർ നന്ദിയും പറഞ്ഞു. നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലെ, നമ്മുടെ സഹോദരി സഹോദരന്മാരെ, അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മക്കൾ, ഇവര് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരായി ഇവിടുത്തെ ചുറ്റുപാടുമുള്ള കുറേ കുടുംബങ്ങളെ കൂടി ചേർക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഇമ്പമുള്ള വലിയ കുടുംബം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്വയം ശക്തി, ഒരു സ്വയം ആത്മവിശ്വാസം, വലിയ സന്തോഷം. ചടങ്ങുകളൊക്കെ പലതും ഒരുമിച്ച് നടത്തുന്നു. വ്യത്യസ്ത കുടുംബങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ദുഃഖവും വിഷമവും ഉണ്ടാകുമ്പോൾ ഇടപെടുന്നു. ഒരു സ്നേഹസ്പർശം, ഒരു സ്നേഹത്തലോടൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുകയാണ്. അത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഒറ്റ തിരിഞ്ഞുള്ള ദുരിതങ്ങളായി മാറിയിട്ടൊരു കാര്യമില്ല. അത് നമുക്ക് വലിയ സന്തോഷം തരില്ല. പക്ഷെ ഇത്രയും നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ വരുമ്പോൾ, ഇവിടെയാണെങ്കിൽ ഒരു കലയുടെ ഒരു വലിയ പശ്ചാത്തലമുണ്ട് ഈ മേഖലയ്ക്ക്. അത് ഒരുപാട് കലാകാരന്മാരുടെ കലാപ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ ഒരു വലിയ പശ്ചാത്തലമുള്ള ഒരു പ്രദേശമാണിത്. അപ്പം അങ്ങനെയുള്ള ഈ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെയും വീടുകളിൽ എന്തെങ്കിലുമൊക്കെ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
പൂമംഗലം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗ ദിനാചരണവും യോഗ പരിശീലന പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനവും എടക്കുളം ചെമ്പഴന്തി ഓഡിറ്റോറിയത്തിൽ കില സെന്റർ ഫോർ ഗുഡ് ഗവേണൻസ് പ്രിൻസിപ്പൽ അയന PN നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J. ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായിരുന്നു. സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷ് സ്വാഗതവും സെക്രട്ടറി P. ജയ നന്ദിയും പറഞ്ഞു. ഇത്രയും വർഷമായിട്ട് നമുക്ക് ഇപ്പോഴും പല ആശങ്കകളാണ്. ഏത് രീതിയിൽ മിക്കവാറും സാമ്പത്തിക ഉന്നമനത്തിനുള്ള തൊഴിൽ പരിശീലനങ്ങളാണ് കൂടുതലായിട്ടും മിക്കവാറും നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് വനിതകളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി നമുക്കറിയാം, നമുക്ക് ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരുപാട് വ്യതിയാനങ്ങൾ, ശാരീരിക വ്യതിയാനങ്ങളും അത് മാനസികമായിട്ടുള്ള നമ്മളുടെ ഒരുപാട് സമ്മർദ്ദങ്ങളിലേക്ക് വഴിമാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് വനിതകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളും സമൂഹത്തിൽ കൂടുതൽ ഇടപെടുമ്പോൾ അതിൻ്റെതായ പ്രഷേഴ്സും നമ്മുടെ വനിതാ ജനപ്രതിനിധികൾക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിനെ മറന്നുകൊണ്ടാണ്. അതായത് നമ്മൾ എപ്പോഴും അവസാനത്തേക്ക് വെക്കുന്ന കാര്യമാണ് നമ്മുടെ കുടുംബിനികളുടെ ഹെൽത്ത് അല്ലേ. വീട്ടിലെല്ലാവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവസാനം നമ്മുടെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാറുള്ളൂ. വീട്ടിലെ പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരും ഭർത്താവും കുട്ടികളും ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ കാര്യം, നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ് നമ്മുടെ കാര്യം. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണോ എന്താണെന്ന് അറിയില്ല, കുറച്ച് കാലങ്ങളായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അപ്പം ഞാൻ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇതുപോലുള്ള കൂട്ടായ്മകളെ അഭിമുഖീകരിക്കുന്ന ആളാണ്. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നൈപുണ്യ പരിശീലനങ്ങളും കൂടി കൊടുക്കുന്നുണ്ട്, സ്കിൽ ട്രെയിനിങ്ങുകൾ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പച്ചക്കറി പഴവർഗ്ഗ സംസ്കരണവും അതുപോലെ ഈ നെറ്റിപ്പട്ട നിർമ്മാണമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുപോലുള്ള ആളുകളായിട്ട് സംവദിക്കുമ്പോൾ ഞാൻ കൂടുതൽ കാണുന്നൊരു കാര്യം, ഇപ്പോൾ മില്ലറ്റിൻ്റെ ഒരു ട്രെയിനിങ് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും. കാരണം എന്താണ്, നമ്മൾ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹെൽത്ത് കുറയുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആവുക അല്ലേ. അപ്പം ആ രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.